ഇനിയും സ്ഥലങ്ങൾ അപ്പുറം താഴെ പോയാൽ കാണാൻ പറ്റും. ഇതിലോട്ട് നടന്നു പോയാൽ പക്ഷെ അട്ടയുണ്ട് പോലും ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ അവള് അട്ട കുറേ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ വേറെ സേഫ്റ്റിക്കൊന്നും കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ചില സാനിറ്റൈസർ ഉപയോഗിച്ചാൽ അട്ട പൊട്ടുന്ന പിന്നെ പോവും, അല്ലെങ്കിൽ ഉപ്പിട്ടാൽ പോവും. പക്ഷെ നമ്മളൊന്നും കൊണ്ടുവരാതെ കൊണ്ട് തന്നെ പോകാൻ വേണ്ടി പറ്റിയില്ല. അങ്ങോട്ടേക്ക് ഒരു 3/4 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തേക്കുള്ള യാത്ര നമ്മൾ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ്. വന്ന സ്ഥിതിക്ക് ഏതായാലും ഊഞ്ഞാലാടാന്ന് പറഞ്ഞിട്ട് ആശീർന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. സീസൺ കയറിയിട്ട് മേലെ എത്തിയിട്ടുള്ളത്. ആശി ഇങ്ങോട്ടേക്ക് താന്നുണ്ട്. ആശി താന്നുണ്ട്. റിസ്ക് എടുത്തിട്ട് കയറുന്നുണ്ട്. നടക്കും, കയറിക്കോ കയറിക്കോ. ശ്രമിച്ചുകൊണ്ടിരിക്കലാന്ന്. ഇങ്ങോട്ട് കയറുന്നതിന് പകരം നിരക്കുന്ന സ്ഥലത്തോട്ട് തന്നെ കയറുന്നുണ്ട്. നമുക്ക് കയറ്. ആ അമർത്തിപ്പിടിക്കും മേലെ മേലെ കൈ അമർത്തിപ്പിടിക്കും. കേറ് 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 കേറ്. അമർത്തിപ്പിടി, കൈ അമർത്തിപ്പിടി, കൈ അമർത്തിപ്പിടി. പോലെ പോലെ കുറച്ചും കൂടി മുകളിലോട്ട്. കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ആശി അങ്ങനെ കയറുന്നുണ്ട്. ഭയങ്കര വഴുതലാണ്. അതുകൊണ്ട് തന്നെ കേരളീയ ഒരു റിസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷെ ആശി വിജയിച്ചിരിക്കുകയാണ്. കൈവിട്. ഒരു കഫേ ഉണ്ട്. അപ്പോൾ കഫേൻ്റെ പുറത്തുനിന്ന് വന്നിട്ട് ഉള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല കാഴ്ചയാണിത്. പക്ഷെ മാൻ്റെ എല്ലാം പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുശാൽ നഗറിലേക്കാണ്. കുശാൽ നഗറിൽ വൈഷ്ണവിന് ബന്ധുള്ള രാജീവാട്ടനുണ്ട്. അപ്പോൾ രാജീവാട്ടൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ രാജീവാട്ടൻ്റെ കടയിൽ വന്നിട്ടാണുള്ളത്. ഭയങ്കര തിരക്കാണ്ട് രാജീവാട്ടൻ്റെ ഉള്ളിലാണുള്ളത്. രാജീവാട്ടന് കടയിൽ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല. ഇനി പരിചയപ്പെടുത്താം. പിന്നെ അതുപോലെ രാജുവേട്ടൻ കുടിക്കാൻ നല്ലൊരു സോഡ തന്നിട്ടുണ്ടായിരുന്നു, ഇരുവല്ലുള്ളൊരു സോഡ. അപ്പം അതിൻ്റെ റെസിപ്പി പഠിച്ചു നോക്കണം, നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കാമെന്നുള്ളത് ഞാനും വൈഷ്ണവും പരസ്പരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാജുവേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. രാജുവേട്ടൻ്റെ വീടെത്തി. രാജുവേട്ടൻ്റെ ആപ്പൻ്റെ ഷിജിനാന്ന് നമുക്ക് വഴി കാണിച്ചിട്ട് വന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ അടുത്തുള്ള മടപ്പരയിൽ ഷിജിൻ വിളക്കത്തിക്കാൻ വന്നിട്ട് ഷിജിൻ്റെ ഒന്നിച്ച് വന്നിട്ടാണുള്ളത്.
ഇത് രാജുവേട്ടൻ്റെ മോനാണ് ആദ്യം എല്ലാവരുമായിട്ട് വേഗം കമ്പനി ആകുന്നുണ്ട്. സാധാരണ രാജുവേട്ടനാണ് വിളക്ക് കത്തിക്കുക. പിന്നെ രാജുവേട്ടന് സമയമില്ലാത്തതുകൊണ്ട് ഷിജിൻ കത്തിക്കുന്നതാണ്. വിളക്കെല്ലാം കത്തിച്ച് മടപ്പരെല്ലാം അടച്ച് നമ്മൾ പോകാൻ നോക്കലാണ്. രാജുവേട്ടൻ്റെ മൂത്ത മോൻ അബി നമ്മൾ ഒന്നിച്ചുണ്ട്. നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്തൊരു കിണറുണ്ട് ഇവിടെ. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി. എന്നാ നമ്മൾ പോകുന്നു. നമ്മൾ പോട്ടെ. എന്നാ ടാറ്റ. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് നടക്കിറങ്ങിയതാണ്. നടന്ന് ഇങ്ങൊരു സ്ഥലത്തെത്തി. അപ്പോൾ ആദ്യം എന്തെല്ലോ കഥ പറച്ചലിനെ. അപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. നടന്ന് നമ്മൾ ഒരു സ്ഥലത്തെത്തി. അത് ഇങ്ങോട്ടൊക്കെ അന്ന് പറയാറാ. നീ ഒന്നും മിണ്ടാതെ ഇപ്പോൾ ക്യാമറ കണ്ടിട്ട് നാണം മുട്ടിയാ. ആദ്യം ഇങ്ങോട്ട് വയ്ക്കാം. ഇങ്ങനെ നോക്ക്. അത് മാമൻ പോട്ടെ. ഇങ്ങോട്ട് നോക്ക്. ആദ്യം എന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 7 കാലമായിട്ടുണ്ടാവും. ഞാനൊരു വീട്ടിൻ്റെ മുകളിൽ വന്നിട്ടാണുള്ളത്. മുകളിൽ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമെന്ന്. ഇവിടെ ചുറ്റും ഒരുപാട് വീടുകളാണ്. നമ്മൾ ആദ്യക്കൂട്ടെ രാവിലെ എണീച്ചിട്ട് ഫോണിൽ നിന്ന് ഗെയിം കളിക്കലാണ്. വൈഷ്ണവും ആഷ്ലിയും മാറ്റി റെഡിയായി സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. ആഷ്ലിൻ്റെ ഉറക്ക് കൃത്യമായിട്ട് മാറിയില്ല എന്നാണ് തോന്നുന്നത്. അബി മുന്നിലിരുന്ന് TV കാണുന്നുണ്ട്. ആദ്യം ആഷ്ലിയും കൂടി കളിക്കുന്ന ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈഷ്ണവ് അവരൊന്നിച്ച് കളിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ ചായ എടുക്കാന്ന് ദോശയും ചട്നി അതുപോലെ ചിക്കൻ കറിയെല്ലാം ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. വൈഷ്ണവ് അതേ തിരക്കന്നെ. ക്യാമറയിൽ നോക്കൊന്നും വരില്ല. വിഷ്ണു ആദ്യം ഫോൺ വാങ്ങിയിട്ട് ഓരോന്നിങ്ങനെ വീഡിയോ എടുക്കലാന്ന്. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടാൻ നോക്കുമെന്ന്. അബിയും ഷിജിനും കടയിലാന്നില്ല. നമ്മൾ പോകുന്നതുകൊണ്ട് രാജുവേട്ടൻ കടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.